ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്നതിൽ മറ്റാരെക്കാളും മുന്നിൽ നിൽക്കുന്ന പാർട്ടി CPM ആണ് എന്ന് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പരിശോധിക്കുന്ന ആർക്കും തന്നെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇവിടെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ, ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും മന്ത്രിക്കെതിരെ പ്രതിഷേധം നടത്തിയതിൻ്റെ പേരെ 6 പേരെ വെടിവെച്ച് കൊന്ന ഒരു കാലഘട്ടം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട് UDF-ന്റെ ഗവൺമെൻറ് കാലത്തല്ലാതെ? അത് തിരിച്ചു വരും എന്നുള്ള കാര്യം സംബന്ധിച്ചിടത്തോളം UDF-ന്റെ ഭരണത്തെക്കുറിച്ച് പറയുമ്പോൾ പറയേണ്ടി വരില്ലേ? മാറാട് വരും, UDF വന്നാൽ മന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചവരെ കൂത്തുപറമ്പിൽ കൊന്ന് ആവർത്തിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ, നിങ്ങൾ ഭരണത്തിൽ വന്നാൽ ഭീമാപ്പള്ളിയിൽ ഒരു പ്രത്യേക വിഭാഗത്തിലെ 6 പേരെ വെടിവെച്ച് കൊന്ന പോലീസ് നടപടി ആവർത്തിക്കപ്പെടും എന്ന ഭയപ്പാട് വെതറാൻ UDF-ന് അവകാശമുണ്ടോ എന്ന് വിചാരിക്കുകയാണോ? അതോ അങ്ങനെ ഭയപ്പെടണോ കേരളം? നിങ്ങൾ അധികാരത്തിൽ വന്നാൽ കളമശ്ശേരിയിലെ ഭീകരാക്രമണം ആവർത്തിക്കപ്പെടും, അതിലെ പ്രധാന പ്രതിക്ക്, അതിലെ ഏക പ്രതിക്ക് UAPA ലിഫ്റ്റ് ചെയ്ത് കൊടുക്കപ്പെടും എന്ന് കേരളം ഭയപ്പെടണമോ? ഇനിയും ആവർത്തിക്കപ്പെടുമെന്ന് നിങ്ങളുടെ ഭരണത്തിലെ മികവുകളെ ഞാൻ പറഞ്ഞത്. അത് കേരളം ഭയപ്പെടണമോ, അതോ അന്നത്തെ പോലീസ് വെടിവെപ്പൊക്കെ മറന്ന് ഇന്നത്തെ രാഷ്ട്രീയം സംസാരിക്കണം? എന്താ നിങ്ങളുടെ പോയിന്റ്? എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ താല്പര്യം CPM-ഉം LDF-ഉം മുസ്ലിം വിരുദ്ധരാണെന്ന് സ്ഥാപിക്കലാണ്. അതിനുവേണ്ടി ചില പ്രത്യേക സംഭവങ്ങൾ എടുത്തു വെച്ച് നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. പക്ഷേ കാര്യമുണ്ട്, കേരളത്തിലെ മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്നതിൽ ആളുകളെ വെടിവെച്ച് കൊന്നോ ഇല്ലയോ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഒരൊറ്റ സംഭവത്തിൽ എടുത്തിട്ടല്ല പറയേണ്ടത്. ഒരു സംഭവത്തിൽ 6 മനുഷ്യരുടെ ജീവനാ പോയത്. ഒരു ഗവൺമെന്റിനെ കുറിച്ച് പരിശോധിക്കുമ്പോൾ ആണെന്ന് ആ സംഭവത്തിന്റെ പശ്ചാത്തലത്തെ ആകെ വിശദീകരിക്കാൻ ഞാനിപ്പോൾ ഒരുങ്ങുന്നില്ല. ഞാനൊരു കാര്യം പറയുന്നത്, കേരളത്തിലെ മുസ്ലിം ജനസാമാന്യത്തെ സംരക്ഷിക്കുന്നതിൽ മാറാട് കലാപത്തിന്റെ സാഹചര്യത്തെ ആകമാനം വിശദീകരിക്കുകയാണ്. മാറാട് കലാപത്തിന്റെ സാഹചര്യത്തെ ആകമാനം വിശദീകരിച്ച് 2002 തോന്നിയെടുത്തുകൊണ്ടുവന്ന് വെക്കാണ്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇനിയും ആളുകളെ പോലീസ് വെടിവെച്ച് കൊല്ലും ഭീമാപ്പള്ളിയിലേതുപോലെ, നിങ്ങൾ അധികാരത്തിൽ വന്നാൽ കളമശ്ശേരി പോലെ ഇനിയും ബോംബുകൾ പൊട്ടും എന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാമോ എന്നാ എന്റെ ചോദ്യം. നിങ്ങൾ ഒരേ ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. ഞാനിതിന് ഉത്തരം പറയട്ടെ. കേരളത്തിൽ ജീവിക്കുന്നവരാണ് നിങ്ങൾ. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു പ്രസ്ഥാനമാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ പറയുന്ന പോലെ ഒറ്റപ്പെട്ട കാര്യങ്ങളെല്ലാം എടുത്ത് മുസ്ലിം വിരുദ്ധരാണ് CPM എന്ന് സ്ഥാപിക്കാൻ താല്പര്യം ഉണ്ടാവും. ഞാൻ പറയുന്നത്, കേരളത്തിലെ മുസ്ലിം ജനസാമാന്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ കേരളത്തിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ചവർ ഇടതുപക്ഷമാണ്, CPM ആണ് എന്ന് മലയാളിയുടെ അനുഭവമാണ്. നിങ്ങൾ ഏതെങ്കിലും 1-2 സംഭവം വെച്ചുകൊണ്ട് മുസ്ലിങ്ങളെ വേട്ടയാടുന്നവരാണ് CPM എന്ന് പറഞ്ഞാൽ അതൊന്നും ആരും വിശ്വസിക്കാൻ വേണ്ടി പോകുന്നില്ല. ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ പോയിന്റ് ഇതാണ്. നിങ്ങൾ 2002 മാറാട് കലാപം കൊണ്ടുവരികയാണ്. നിങ്ങൾ 2002 മാറാട് കലാപം കൊണ്ടുവരുന്നു. അപ്പൊ നിങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് മനുഷ്യർ കൊല്ലപ്പെട്ട കേസാണ് ഞാൻ പറയുന്നത്. അത് ആവർത്തിക്കപ്പെടുമെന്ന ഭയപ്പാട് ഈ പുതിയ തലമുറയ്ക്ക് ഉണ്ടാവണോ വേണ്ടയോ? നിങ്ങളുടെ കാര്യത്തിൽ മാത്രം പഴയതൊന്നും വേണ്ട, പഴയ മെമ്മറീസ് ഒന്നും വേണ്ട, അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ. മറ്റുള്ള കാര്യത്തിലാണെങ്കിൽ അവരുടെ ആരംഭകാലം മുതലുള്ളതെല്ലാം എടുത്തോണ്ട് വരും. അല്ല പ്രകാശ് മാഷെ, കേരളം മറന്ന ഒരു വേദനാജനകമായ അധ്യായമാണ് മാറാട് കലാപം. നിങ്ങൾ അത് എടുത്തോണ്ട് വരികയാണ്. 2002 നമ്മൾ അക്രമികളെ പാഠം പഠിപ്പിച്ചില്ലേ എന്ന് ഇപ്പോഴത്തെ ഗുജറാത്ത് ഇലക്ഷനിൽ അമിത്ഷാ ചോദിക്കുന്നത് പോലെ 2002 കലാപത്തിന്റെ മുറിവുകൾ ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അമിത്ഷാ എടുത്തോണ്ട് വരും. അതുപോലെ നിങ്ങൾ 2002 മാറാട് കലാപത്തെ കൊണ്ടുവരികയാണ്. യാതൊരാവശ്യമില്ലാത്ത ഒന്ന്, ഒരാളും ഒരു പാർട്ടിയും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു സംഗതി എടുത്തുകൊണ്ട് വരികയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഭീമാപ്പള്ളിയിലെ പോലെ ആൾക്കാരെ വെടിവെച്ച് കൊല്ലാൻ ഇതാ പിണറായി വിജയൻ വീണ്ടും വരുന്നു എന്നൊക്കെ പറയാൻ തുടങ്ങിയാൽ അത് എവിടെ ചെന്ന് നിൽക്കും? ഇപ്പൊ അജിംസൈ, ഞാൻ സംസാരിച്ചതിനേക്കാൾ ഏറെ സമയം നിങ്ങൾ സംസാരിച്ചു, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞൊരു കാര്യം, മുസ്ലിമാണ് എന്നുള്ളത് കൊണ്ട് ഒരാളെ കൊല്ലുന്ന ഒരു സംഭവം ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല പറയുന്നത്, സംഭവങ്ങളിൽ മുസ്ലിമോ ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ ഹിന്ദുവോ എന്നൊക്കെ ഉണ്ടാവും. ഇവിടെ ഏത് സംഭവത്തിലും ഒരു സംഭവത്തിലും മുസ്ലിമാണ് എന്നുള്ളത് കൊണ്ട് അവരെ വേട്ടയാടി കളയാം എന്ന് ചിന്തിക്കുന്ന പാർട്ടിയല്ല CPM. ഞാൻ പോയിന്റാണ്, കളമശ്ശേരിയിൽ യഹോവ സാക്ഷികളായ 8 പേരെ ബോംബ് വെച്ച് കൊന്നത് നിങ്ങളുടെ ഭരണകാലത്താണ്. ഭീകരാക്രമണം, കേരളത്തെ നടുക്കിയ ഭീകരാക്രമണം, ഇന്ത്യയെ നടുക്കിയ ഭീകരാക്രമണം ഉണ്ടായി നിങ്ങളുടെ ഭരണകാലത്ത്. നിങ്ങൾ ആ പ്രതിക്ക്, അതിലെ പ്രധാന പ്രതിക്ക് UAPA ഒഴിവാക്കി കൊടുത്ത സർക്കാരാണ്. നിങ്ങൾ ഇനിയും വന്നാൽ ഇനിയും ആളുകൾ ബോംബ് പൊട്ടിച്ചാവും എന്ന് VD സതീശനും രമേശ് ചെന്നിത്തലയും നാളെ ഇറങ്ങി കവല തോറും പ്രസംഗിച്ചോട്ടെ. അതിന് നിങ്ങൾക്ക് തടസ്സമൊന്നുമില്ലേ എന്നാണ് എന്റെ ചോദ്യം. ജമാഅത്തെ ഇസ്ലാമി VD സതീശന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണോ? ഞാൻ പറഞ്ഞൊരു കാര്യം, നിങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഞാനിതിൻ്റെ ആകെ സംഭവങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ പൂർണ്ണമായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ
ഇവിടെ പിന്നെ UAPA ഒഴിവാക്കി കൊടുത്തു, അതുപോലെ തന്നെ അവരെ വെടിവെച്ച് കൊന്നു. ഇതെല്ലാം നിങ്ങൾ നടത്തുന്ന കള്ളപ്രചരണത്തിന്റെ ഭാഗമാണ്. ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചെയ്തിരിക്കുന്നതാണ്. എങ്ങനെയെങ്കിലും CPM-നെ മുസ്ലിം വിരുദ്ധരാണ് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ പറയുന്നത് ഈ രാജ്യത്തിനകത്ത് ഞാൻ ആ പോയിന്റിലേക്ക് വന്നില്ല പ്രകാശ് മാഷേ. ഞാൻ വന്ന പോയിന്റ് നിങ്ങൾ പഴയത് കൊണ്ടുവരുന്ന മുസ്ലിം വിരുദ്ധരാണെന്ന് ഞാനൊന്നും പറഞ്ഞില്ല. അവരുടെ ഞാൻ പറയുന്നത് കേൾക്കുന്നത് നിങ്ങൾ വെറുതെ പറഞ്ഞു കൊടുക്കില്ല. അജീസേ, നിങ്ങൾ അങ്ങനെ വലിയ ആളാവല്ല. നിങ്ങൾ പോലെയാക്കല്ല. ഞാൻ പറയട്ടെന്ന് നിങ്ങൾ പറഞ്ഞു. നിങ്ങളെന്താ ഞാൻ നിങ്ങളോട് പറയാൻ ഞാൻ നിങ്ങളെ കാണുന്നില്ലല്ലോ. ഞാൻ കാണുന്നില്ല, ഞാനിവിടെ ഒറ്റക്കിരുന്നില്ലേ സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് ഈ രാജ്യത്തിലെ യാഥാർത്ഥ്യം മറക്കാൻ മുസ്ലിങ്ങളെ പ്രേരിപ്പിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി. ഈ രാജ്യത്തിനകത്ത് മുസ്ലിം വേണ്ട തീരുമാനിക്കുന്നു ഭരിക്കുന്ന ഗവൺമെന്റ്. അവരുടെ വീടുകൾ, കടകൾ അതെല്ലാം തന്നെ പിന്നെ ബുൾഡോസർ കൊണ്ട് തകർക്കുന്നു. നിങ്ങൾക്കതൊന്നും വാർത്തയല്ല. നിങ്ങൾക്ക് മാർക്സിസ്റ്റുകാരാണ് മുസ്ലിമിന് ശത്രു എന്ന് സ്ഥാപിക്കണം. ഈ രാജ്യത്തിനകത്ത് മുസ്ലിം വേണ്ട തീരുമാനിച്ചുകൊണ്ട് അവർ SIR നടത്തുന്നു, അവർ പൗരത്വ നിയമം കൊണ്ടുവരുന്നു. അതൊന്നും വാർത്തയല്ല. രാജ്യത്തിനകത്ത് മുസ്ലിങ്ങളെ വേട്ടയാടുന്ന വാർത്ത നിങ്ങൾക്ക് വാർത്തയാവുന്നില്ല. ക്രിസ്ത്യൻ പള്ളികളെ ആക്രമിക്കുന്ന വാർത്തയല്ല, അത് കന്യാസ്ത്രീകളെ ആക്രമിക്കുന്ന വാർത്തയല്ല. നിങ്ങൾക്ക് എന്താ സ്ഥാപിക്കേണ്ടത്? നിങ്ങൾക്ക് സ്ഥാപിക്കേണ്ട ഒരേ ഒരു കാര്യമാണ്, മുസ്ലിമിന്റെ ഏറ്റവും വലിയ ശത്രു CPM. ഇവിടെ നരേന്ദ്രമോദിയേക്കാൾ വലിയ മുസ്ലിം ശത്രു കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഇതല്ലേ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? ഞാൻ പറയുന്നത് നാളെ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും.